ദിസ് ഈസ് റോസ്മി. ഞാൻ ഇന്നൊരു നല്ലൊരു വീടുമായിട്ടാണ് വന്നിരിക്കുന്നത്. 9 സെൻസിൽ 4350 സ്ക്വയർ ഫീറ്റ് ഏരിയ വരുന്ന 4 ബെഡ്റൂംസും സെർവൻറ്റ് റൂമോട് കൂടിയിട്ടുള്ള ഒരു വീട്. നല്ലൊരു കൺസ്ട്രക്ഷൻ, നല്ലൊരു എലിവേഷൻ. ഇത് കാക്കനാടാണ്. കാക്കനാട് വീട് നോക്കുന്നവർക്ക് പറ്റിയൊരു വീട് തന്നെയാണ്. വീട് ഡീറ്റെയിൽ ആയിട്ടൊന്ന് ഞാൻ കാണിച്ചു തരാം. ഈ വീടിൻ്റെ എൻട്രൻസ് മുതൽ നല്ല രീതിയിൽ ലാൻഡ്സ്കേപ്പിംഗ് ചെയ്തിട്ട് 8 സെൻറ്റ് സ്ഥലം, പിന്നെ ഒരു 1 സെൻറ്റ് നമുക്ക് അൺഡിവൈഡഡ് ഷെയർ ലാൻഡ് കിട്ടും. അങ്ങനെ ടോട്ടൽ 9 സെൻറ്റ്സ് ആണ്. 4350 സ്ക്വയർ ഫീറ്റ് ഏരിയ വരുന്ന ഈ വീട് 4 BHK ആണ്. കാർ പാർക്കിംഗ് സ്പേസ് ശരിക്കും നമുക്കൊരു വലിയ കാറുകളൊക്കെ ആണെങ്കിൽ വളരെ കംഫർട്ടായിട്ട് ഒരു 3 കാറ് വരെ പാർക്ക് ചെയ്യാം. ഇനി അതല്ല എങ്കിൽ ഒരു 4 to 5 കാറുകളോളം പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഇവിടെ ഉണ്ട്. അപ്പോൾ അത്രയും വിശാലമായിട്ടുള്ളൊരു മിറ്റം തന്നെയാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്ത് കൊടുത്തിരിക്കുന്നത് സ്പെയിനിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തിരിക്കുന്ന ഒരു ക്ലാഡിംഗ് ബ്രിക്സ് ആണ്. ഇതിവിടുന്ന് ഹാൻഡ് മെയ്ഡായിട്ട് തന്നെ അത് പോളിഷ് ചെയ്തെടുത്ത് ആ ഒരു രീതിയിലാണ്. നല്ല രസമുണ്ട് കാണാനും. പിന്നെ നമ്മൾ നേരെ കയറുന്നത് ലിവിങ് റൂമിലേക്കാണ്. ഫോർമൽ ലിവിങ് റൂമിലേക്കാണ്. ഡബിൾ ഹൈറ്റായിട്ട് പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ഒരു ലിവിങ് സ്പേസ് ആണിത്. കംപ്ലീറ്റ് ആയിട്ട് കോളം ബീമിലും ആണ് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ സിമെൻറ്റ് യൂസ് ചെയ്തിരിക്കുന്ന അൾട്രാടെക് ആണ്, സ്റ്റീല് വൈശാഖ് ആണ്. പിന്നെ മെയിൻ ഡോറ് ടീക്ക് വുഡ് ആണ്. ബാത്റൂം ഫിറ്റിങ്സ് ഒക്കെ കോളറിൻ്റെ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ കോളറിൻ്റെ തന്നെ പ്രീമിയം ആയിട്ടുള്ള ഫിറ്റിങ്സ് ആണ്. വയറിംഗ് ഒക്കെ ഫിനോലെക്സിൻ്റെയും വി ഗാർഡിൻ്റെയും മിക്സ്ഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. സ്വിച്ചസ് ഒക്കെ ലെഗ്രൻഡിൻ്റെ പ്രീമിയം ക്വാളിറ്റിയാണ്. ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു സ്പെക്കിലേക്ക് വരുമ്പം. ഡൈനിങ് റൂമിനോട് ചേർന്ന് ഒരു ഓപ്പൺ കിച്ചണാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അത് കഴിയുമ്പോൾ ഒരു യൂട്ടിലിറ്റി ഏരിയ ഉണ്ട്. അപ്പോൾ ഈ യൂട്ടിലിറ്റി ഏരിയ വേണമെങ്കിൽ നമുക്കൊരു സെക്കൻഡ് കിച്ചണായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഡൈനിങ് റൂമിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇങ്ങനൊരു സ്പേസ് ഉണ്ട്. ഒരു പാഷ്വ ഏരിയ ആണ് ഇത്. ശരിക്കും പകലാണെങ്കിൽ മേളിൽ നിന്നുള്ള സൂര്യപ്രകാശം കിട്ടുന്ന രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ സ്പേസ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇവിടെയാണ് വാഷ് ഏരിയ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു പോർഷനിൽ മേളിൽ നിന്നുള്ള സൺലൈറ്റ് കിട്ടാൻ പാകത്തിനും പിന്നെ ചെടിയൊക്കെ വെച്ചിട്ടുണ്ട്. നല്ലൊരു വെന്റിലേഷൻ കിട്ടുന്ന ഒരു ഏരിയ ആണിത്. ഇവിടെ ഒരു പൗഡർ റൂമാണ് കൊടുത്തിരിക്കുന്നത്. പൗഡർ റൂം കഴിയുമ്പോൾ തന്നെ 2 സൈഡിലായിട്ടാണ് ബെഡ്റൂംസ്. ഈ 2 ബെഡ്റൂംസും ബാത്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബെഡ്റൂംസ് ആണ്. പിന്നെ നമ്മൾ മേളത്തെ നിലയിലേക്ക് ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോകുമ്പം ഒരു ചെറിയൊരു ഏരിയ ഇവിടെ ഉണ്ട്. ഇവിടുന്ന് ലെഫ്റ്റ് സൈഡിലാണ് ഒരു ബാൽക്കണി. നല്ല വലിപ്പമുള്ള ബാൽക്കണിയാണ്. കാരണം ഇവിടെ ഈ ഒരു വീടിന് ഞാൻ കണ്ട ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, കുറേ ഗസ്റ്റ് വരുന്ന ഒരു ദിവസമാണെങ്കിലും എല്ലാവർക്കും പല സ്ഥലങ്ങളിൽ ഇങ്ങനെ കൂടാൻ പറ്റും. അതൊരു ഭയങ്കര രസമാണ്. നമുക്ക് ഇങ്ങനെ ബാൽക്കണിയൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് ഒരു സ്ഥലത്തൊന്നും അല്ല കേട്ടോ ബാൽക്കണി കൊടുത്തിരിക്കുന്നത്. 2-3 സ്പേസ് അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ നിന്നുള്ള ഒരു വ്യൂ നല്ലതാണ്. നല്ല കാറ്റൊക്കെ ഉള്ള ഒരു ഏരിയ ആണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലേക്ക് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പോകുന്നത് ഒരു ഇങ്ങനെ ഒരു സെപ്പറേറ്റഡ് ആയിട്ട് ചെയ്തിരിക്കുന്ന ഒരു ഫാമിലി ലിവിങ് റൂം ഉണ്ട് ഇവിടെ. അതല്ലാതെ ഇങ്ങനൊരു സ്പേസും കൂടെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സ്പേസ് നമുക്ക് വേണമെങ്കിൽ ഒരു റീഡിംഗ് റൂമായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഹോബിക്ക് അനുസരിച്ചിട്ട് നമുക്കത് ചേഞ്ച് ചെയ്യാം. പിന്നെ ഈ ഒരു ലെഫ്റ്റ് സൈഡിൽ കയറുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിൽ ഇങ്ങനൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഈ സ്പേസ് ആക്ച്വലി യൂട്ടിലിറ്റി ഏരിയ ആണ്. നമുക്ക് വാഷിംഗ് മെഷീനും കാര്യങ്ങളൊക്കെ ഇവിടെ പ്രൊവൈഡ് ചെയ്യാം. അത് കഴിഞ്ഞ് നമ്മൾ താഴെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന പോലെ തന്നെ മേളിൽ 2 ബെഡ്റൂംസ് ഉണ്ട്. 2 സൈഡിലായിട്ട് ബാത്റൂം അറ്റാച്ച്ഡ് ആണ്. റൈറ്റ് സൈഡിലുള്ള ബെഡ്റൂംസിൽ വാർഡ്രോബിൻ്റെ സ്പേസിന് ഒരു സെപ്പറേറ്റഡ് ഏരിയ ഈ ബാത്റൂമിലേക്ക് കയറുന്നതിന് തൊട്ട് മുന്നേ തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്.
എല്ലാ ഭാഗങ്ങളിലും നല്ല ലൈറ്റ് വെളിച്ചവും വെട്ടമൊക്കെ ഉള്ളൊരു ഏരിയ. പിന്നെ നമ്മൾ സെക്കൻഡ് ഫ്ലോറിലേക്ക് പോകുന്നു. സെക്കൻഡ് ഫ്ലോറിലേക്ക് പോകുമ്പം നമ്മൾ താഴെ കയറി കഴിയുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിൽ കണ്ടില്ലേ, അതേപോലെ തന്നെ ഒരു ബാൽക്കണി സ്പേസ് ഇവിടെയുണ്ട്. ഈ ഒരു ബാൽക്കണി സ്പേസിൽ നിന്ന് നോക്കുമ്പം നമുക്ക് താഴത്തെ ബാൽക്കണി സ്പേസ് കാണാം. ശരിക്കും ഇതിൻ്റെ ടോട്ടൽ ഒരു എലിവേഷൻ ഉണ്ടല്ലോ, ഈ എലിവേഷൻ്റെ ഈ ബാൽക്കണി പ്രൊവൈഡ് ചെയ്തിട്ടുള്ളതുകൊണ്ട് ഈ ബാൽക്കണികൾ തട്ടായിട്ടാണ്. അതൊരു നല്ല രസമുണ്ട്. ഇതിൻ്റെ എലിവേഷന് കാണാനും ഭയങ്കര ഭംഗിയുണ്ട്. കാരണം ചെടിയൊക്കെ അവിടെയൊക്കെ ചെടികളെല്ലാം പിടിപ്പിച്ച് കഴിയുമ്പം ഈ എലിവേഷന് ഭംഗി കൂട്ടുന്നത് തന്നെ അതിൻ്റെ ഒരു പ്രത്യേകത തന്നെയാണ്. അത് കഴിഞ്ഞാൽ നമ്മൾ മേളിലേക്ക് കയറുന്നു. മേളിൽ ഇങ്ങനെ ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. റൈറ്റ് സൈഡിലേക്ക് പോകുമ്പം നമുക്കൊരു ജിമ്മിനുള്ള ഒരു പ്രൊവിഷനുണ്ട്. അല്ലെങ്കിൽ നമുക്ക് ഇൻഡോർ ഗെയിംസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇത് യൂസ് ചെയ്യാം. വർക്ക് ഫ്രം ഹോം എന്നുള്ളൊരു കൺസെപ്റ്റിൽ യൂസ് ചെയ്യണം എന്നുള്ള ഒരു ഏരിയ ആണെങ്കിൽ അതും ചെയ്യാം. പിന്നെ നമ്മൾ നേരെ ലെഫ്റ്റ് സൈഡിൽ ഒരു ഓപ്പൺ ടെറസാണ്. അത് കഴിഞ്ഞാൽ നമുക്ക് ആ ഫ്ലോറിൽ തന്നെ ഒരു ബാത്റൂം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കാരണം ഈ ഒരു ഫ്ലോറിലേക്ക് വരുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ലെഫ്റ്റ് സൈഡിലായിട്ടാണ് സെർവൻറ്റിൻ്റെ റൂമും ബാത്റൂമും അറ്റാച്ച് ചെയ്തിട്ടുള്ള റൂം പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. കൊച്ചിയിലെ കാക്കനാട് വലിയ വീടുകൾ നോക്കുന്നവർക്ക് പറ്റിയൊരു വീടാണിത്. നല്ല രീതിയിൽ ചെയ്തിരിക്കുന്ന ഒരു കൺസ്ട്രക്ഷൻ. നമ്മൾ കയറി വരുന്ന എൻട്രൻസ് തൊട്ട് നല്ല രീതിയിൽ ലാൻഡ്സ്കേപ്പിംഗ് ചെയ്ത് 4350 സ്ക്വയർ ഫീറ്റ് ഏരിയ, 4 BHK. ഈ ഒരു ലൊക്കേഷനിൽ നിന്ന് എല്ലാ സൈഡിലേക്കും പോകാനും ഒരു ഈസിയാണ്. നല്ലൊരു ഏരിയ ആണ് കേട്ടോ. ഇതിൻ്റെ ഒരു പരിസര പ്രദേശങ്ങളും തൊട്ടടുത്ത വീടുകളും ഒക്കെ തന്നെ നല്ലൊരു കമ്മ്യൂണിറ്റി ഉള്ള ഒരു ഏരിയ ആണ്. സോ നല്ലൊരു വീടാണിത്. നിങ്ങൾ ഇതേപോലൊരു വീട് നോക്കുന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യുക. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ കോൺടാക്റ്റ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.